രാജ്യത്തിന് കാവല് നിൽക്കുന്ന ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ് പറയുന്നത്. ആ ഒരു പരിഗണനയെങ്കിലും എനിക്ക് തരണം സർ. നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താ? രഘു. അയാൾ ഇപ്പൊ എവിടെ ഉണ്ട്? ഇന്തോ ചൈന ബോർഡറിലാണ് സർ. ഞങ്ങളുടെ നടപടിയിൽ നിങ്ങൾക്ക് അതൃപ്തി തോന്നിട്ട് കാര്യമില്ല. ഇവര് തുടങ്ങിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിനെ കുറിച്ചുള്ള പരാതികൾ ഇവിടുത്തെ പല സ്റ്റേഷനുകളിലും ഉണ്ട്. പിന്നെ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. പണ്ട് ക്രിമിനൽസിനെ മുഖം നോക്കി തിരിച്ചറിയാം. ഇന്നങ്ങനെയാണോ? എല്ലാവരും അന്തസ്സായിട്ട് ഒരുങ്ങി ഇറങ്ങിയല്ലേ നടക്കുന്നത്? സർ, അതുകൊണ്ട് നല്ലവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്നാണോ? സർ, എന്റെ മോളെ ഒന്ന് നോക്ക്. ഇത്തരം അപമാനമൊന്നും അവൾക്ക് സഹിക്കാൻ പറ്റില്ല സർ. ഞാനൊന്ന് അവളുടെ അടുത്തേക്ക് പോയിക്കോട്ടെ സർ. പോകോ. മോള് അബദ്ധത്തിൽ സംഭവിച്ചു പോയതല്ലേ? അതെ, ഇവര് വന്നതുകൊണ്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടും അല്ല സാറേ. ഇവര് ഭാര്യയും ഭർത്താവെന്ന് പറഞ്ഞാലേ അതിന് വല്ല തെളിവുണ്ടോ? റെക്കോർഡ് എഴുതിപ്പോയ കേസല്ലേ സാറേ? സാറേ, പ്രൂഫ് ഞങ്ങൾ ഹാജരാക്കാം സാറേ. ഇവര് വിവാഹം കഴിഞ്ഞതിന്റെ പ്രൂഫ് ഞങ്ങൾ കാണിക്കാം. അല്ല, അത് ഇവരുടെ വിവാഹം കഴിഞ്ഞതിന്റെ പ്രൂഫ് എന്താ? അത് കിട്ടിയിട്ട് വേണം എഴുതിപ്പോയ കേസ് ക്ലോസ് ചെയ്യാൻ. പ്രൂഫൊന്നുമില്ല സർ. ഒരു പ്രത്യേക സാഹചര്യത്തില് ഒരു അമ്പലത്തിൽ വെച്ചാ ഇവരുടെ വിവാഹം നടന്നത്. അവിടുന്ന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടിയില്ല. நம்ம ஏரியால எல்லாருக்கும் எவரை தெரியும் சார். நல்லா தெரியும் சார். മതിയോ മതി സാറേ. ഈ ചുറ്റുപാടുള്ളവർക്ക് അറിയാവുന്ന പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. അതിപ്പോ ആരെ കൊണ്ട് വേണമെങ്കിലും പറയിപ്പിക്കാലോ. ആദ്യം നിങ്ങൾ ഭാര്യയും ഭർത്താവാണെന്ന് തെളിയിക്കുന്ന പ്രൂഫ് ഉണ്ടാകണം. എത്ര സമയം വേണ്ടി വരും? ചോദിച്ച കേട്ടില്ലേ? അല്ല സർ, അത് പ്രൂഫ് ഇല്ലാതെ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, തൽക്കാലം നിങ്ങളവരെ കൊണ്ടുപോകൂ. പക്ഷെ ഒരു മാസത്തിനകം ഇവർ വിവാഹിതരാണെന്നും കാലങ്ങളായി ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ള പ്രൂഫ് എന്റെ മേശപ്പുറത്ത് എത്തിരിക്കണം. അതിന് കാലതാമസം സംഭവിച്ചാൽ ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്ന ഈ കേസുണ്ടല്ലോ, അത് ഞാനങ്ങ് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കുറച്ച് പാടുപെടും.
കാരണം ചാർജസ് അങ്ങനെയാ. എന്തു പറയുന്നു? പ്രൂഫ് കൊണ്ടുവരാം സർ. എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. പ്രൂഫ് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലുണ്ടല്ലോ, ഈ നിൽക്കുന്നവള് എന്നുള്ളത് അതിനർത്ഥം. മനസ്സിലായോ? ആ, ഒപ്പിട്ടിട്ട് പോക്കോ. താങ്ക് യു സർ. മോനെ, താങ്ക് യു സാർ. ഹലോ, കരയേണ്ട നിത്യേ. ഇപ്പൊ ചീത്ത പറഞ്ഞ പോലീസുകാരനല്ലേ? പ്രൂഫ് അവരുടെ കയ്യിലെത്തുമ്പോൾ തന്നോട് വന്ന് സോറി പറയും. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഹരി സാറേ, നിങ്ങൾ പൊയ്ക്കോ. ശരവണ, അമ്മയെ കൊണ്ടുപോ. അപ്പൊ വിവാഹം നടന്നതിന് തെളിവില്ല. സംഗതി കൊള്ളാം. അമ്മ കുറച്ച് പാടുപെടും. സോറി. അല്ല ജിത്തെ, എന്തായി? അവർ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി മാഡം. എവിടേക്ക്? കോടതിയിലേക്കാണോ കൊണ്ടുപോയത്? അല്ല, പോലീസുകാർ അവരെ വെറുതെ വിട്ടതാണ്. അത് എങ്ങനെ? ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് പോയില്ല. അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. പിന്നൊരു കാര്യം, ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീയും പുരുഷനും ഒരു മുറിയിൽ ഒരുമിച്ചിരുന്ന അതൊരു വലിയ കാര്യമൊന്നുമല്ല. അതിൻ്റെ പേരിൽ കോടതിയിൽ കൊണ്ടുപോയാലും പോലീസുകാർ വെള്ളത്തിലാവും. അവർ തിരിച്ചെത്തുമ്പോൾ മാഡം ഒന്ന് അന്വേഷിച്ച് നോക്ക്. പിന്നൊരു കാര്യം പറയാം, കൃത്യമായൊരു പഴുത് കണ്ടെത്തി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാഡം പറഞ്ഞാൽ മതി. എൻ്റെ കൂടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്, ഞങ്ങളത് ഭംഗിയായിട്ട് ചെയ്യാം. ശരി, എനിക്ക് ജിത്തിൻ്റെ സഹായം ആവശ്യമായിട്ട് വരും. ഓക്കെ മാഡം.
അമ്മാവൻ എന്താ പറ്റി? എടാ വല്ലാത്തൊരു തലചുറ്റല് പോലെ ഒരടി അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ വയ്യ. അതാ ഞാൻ വരാതിരുന്നേ. എന്തായി? എന്താവാൻ, പോലീസുകാർ ഞങ്ങളെ വെറുതെ വിട്ടു. എന്തായാലും അമ്മാവനായിട്ടൊരു കാര്യം തുടങ്ങി വെച്ചിട്ട് നല്ല കുറെ ഫലങ്ങളുണ്ടായി. എടാ അമ്മാവനോട് ക്ഷമിക്ക്. നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു കാര്യമാണെന്ന് വിചാരിച്ച് ചെയ്തു പോയതാ. എടാ മോളെ, ഇത് ഇങ്ങനെ വരുന്ന പ്രതീക്ഷിച്ചില്ല. ക്ഷമിക്ക്. അമ്മാവ, ഈ പോലീസുകാർ പൊതുവെ കുഴപ്പക്കാരാണല്ലോ. അവർക്ക് സത്യം മനസ്സിലാവണമെങ്കിൽ അവർ തെളിവ് ചോദിക്കും. ഹരിനെത്തിയും ഭാര്യ ഭർത്താവണെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. അതിന് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവൊന്നുമില്ലല്ലോ. ഒരു മാസത്തിനുള്ളിൽ പ്രൂഫ് കാണിക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. സത്യമാണോ? സത്യമാണ്. എടാ ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇത്തരം സമ്മാന പദ്ധതികളോ നറുക്കെടുപ്പോ വരുമ്പോ അവിടെ പോയി പേരെഴുതി ഇടരുത്. അതിൽ കുറച്ച് സ്നേഹമൊക്കെ മതി നമ്മളോട്. മനസ്സിലായോ? ശരിയടാ. ക്ഷമിക്കടാ, എനിക്ക് മനസ്സിലായി. അല്ലടാ, സുജാതയോട് പോയി. അങ്ങ് ശരവണ്ണം ഇപ്പൊ വരും. ശരി. എന്നാല് നിങ്ങൾ അകത്തോട്ട് കയറണം. എനിക്ക് ഒരു തലകറക്കം പോലെ, ഒരു ഭാരമുള്ളത് പോലെ തോന്നുന്നു. വയ്യ. അമ്മാവ, സാരമില്ല. വാ. ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ചുറ്റും ഞങ്ങളൊക്കെ ഇല്ലേ? തഞ്ചല്ലേ? അച്ഛന്റെ മോള് നിൽക്കുന്ന ഗതികേട് അച്ഛന് മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഇപ്പൊ അച്ഛന്റെ മോളൊരു കള്ളിയാണ്. കള്ളത്തരങ്ങൾ മുഴുവൻ പറഞ്ഞ കള്ളങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്ന ഒരു കള്ളി. എനിക്ക് മടുത്തു അച്ഛൻ. ഒരു നിമിഷം പോലും സ്വസ്ഥത എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. ചുറ്റുള്ള ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ വരെ അവര് തയ്യാറാണ്. പക്ഷെ അച്ഛൻ എനിക്കൊരു വഴി കാണിച്ചതാ. ഒന്ന് ഉറങ്ങാൻ ഒരു മാർഗം പറഞ്ഞതാ. എന്നെ കൊണ്ട് ഒന്നിനും ആവുന്നില്ല.
ഒരു സങ്കടം ഉണ്ടാക്കില്ലെന്ന് മോളുടെ അച്ഛന് ഞാൻ വാക്കു കൊടുത്തതാ. പക്ഷെ ഞാൻ തോറ്റുപോയില്ല സദാനന്ദേട്ട. എന്റെ ശ്വാസം ഇപ്പോഴും ബാക്കിയുണ്ട്. അത് സദാനന്ദേട്ടന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ്. അമ്മേ, പോലീസുകാർ ചോദിച്ച തെളിവ് ഉണ്ടാക്കണ്ടേ അമ്മേ? അതിനെന്ത് മാർഗം അമ്മ കണ്ടിരിക്കുന്നേ? വീണ്ടും വീണ്ടും കള്ളം പറയാനോ? അമ്മേ, സ്റ്റേഷനിൽ വെച്ച് ജീവന്റെ പെരുമാറ്റം അമ്മ ശ്രദ്ധിച്ചോ? എന്നെ കുറിച്ചൊരു മോശം വാക്ക് ആ പോലീസുകാരൻ പറഞ്ഞപ്പോ ജീവൻ പ്രതികരിച്ചത് കണ്ടോ? ഹരിയുടെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് കണ്ട് സഹിക്കുന്നു. ഹരിയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോ ഒരു പരാതിയും ഇല്ലാതെ കൂടെ വരുന്നു. വഴിവെക്കൽ എനിക്കും ഹരിക്കും ചായ വാങ്ങിത്തരുന്നു. ഇതിലെവിടെയാണമ്മേ എനിക്ക് ജീവന്റെ ഭാഗത്തൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? എങ്ങനെയാണമ്മേ ഞാൻ ജീവനെ വെറുക്കേണ്ടത്? അമ്മ ഹരിയോടും അമ്മാവനോടും സംസാരിക്കണം. ഈ വീട്ടിൽ നിന്ന് എന്നെ അമ്മയുടെ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് ജീവന്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം. അമ്മ പേടിക്കുന്ന കാര്യം എന്തായാലും എനിക്കതിൽ കുഴപ്പമില്ല. ഇങ്ങനെ കള്ളത്തരം കാണിച്ച് മടുത്തമ്മ. നമുക്ക് സത്യസന്ധമായിട്ട് ചിരിക്കണ്ടേ? മനസ്സിൽ വല്ലായ്മയില്ലാതെ ആളുകളുടെ മുഖത്ത് നോക്കണ്ടേ? വേണം. പക്ഷെ ഞാൻ എത്ര പറഞ്ഞു തന്നിട്ടും എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. മോൾ എന്താ കരുതിയത്? ജീവനെ നിന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്നു? ഒരിക്കലുമില്ല. കാലങ്ങൾക്ക് ശേഷമുള്ള ഓർമ്മയില്ലായ്മയിൽ നിന്നും അവൻ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അമ്മ പ്രതീക്ഷയോടെ അവൻ്റെ അടുത്ത് കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. തിരിച്ചു വരുന്ന അവൻ പാവമായിരിക്കണേ എന്ന്. അവന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവണമെന്ന്. പക്ഷെ അമ്മ കണ്ടത് അതൊന്നുമല്ല. പഴയ സ്വഭാവത്തിൽ നിന്നും ഒരുപാട് ഊർച്ച കൂടിയ ഒരാളെയാണ്. ഞാൻ നിഷേധിക്കുന്നത് എൻ്റെ മകനെ. ഒരമ്മ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൽ എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടാവുമെന്നറിയോ? ഒരു കാര്യം അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നത് മോളുടെ നന്മയിലായിരിക്കും. ആയിരിക്കണം. അല്ലെങ്കിൽ ഈ അമ്മ കഷ്ടപ്പെടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വേറൊന്നും ചിന്തിച്ചു കൂട്ടരുത്. എല്ലാത്തിനെയും നമ്മൾ നേരിട്ടേ പറ്റൂ. തൽക്കാലം ഈ അമ്മയ്ക്ക് വേണ്ടിയാ സഹിക്കുന്നതെന്ന് ഓർത്ത് നീ കരച്ചിലടക്കും. ഒക്കെ മാറും. നിന്റെ മുൻപിൽ മുഖംമൂടിയിട്ടിരിക്കുന്നവർക്ക് നീ കാണുകെ അതഴിച്ചു വെക്കേണ്ടി വരും. അതിനി അധികം സമയമൊന്നുമില്ല. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എന്റെ മക്കളെക്കാൾ സ്നേഹം
ഞാൻ നിനക്ക് തരുന്നുണ്ടെങ്കിൽ നിന്നെ അമ്മ സുരക്ഷിതയാക്കിയിരിക്കും. എന്റെ ജീവിതം അതിനു വേണ്ടിയാ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രം.